കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ചകളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ. ഒരു ഫൈറ്റാണ്. യു ഡി എഫുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബിഡിക്ക് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരു വിഭാഗം ആളുകൾ കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ട്. അതിനപ്പുറത്തിരുന്ന ചില ആളുകൾ പറയുന്നത് ഇതിനെല്ലാം ചരട് വലിക്കുന്നത് ഷാഫി പറമ്പിലാണ് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരായിരിക്കും അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ഈ ചർച്ചകൾക്ക് യാതൊരു വിധമായ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. പാർട്ടി നേതൃത്വത്തിലുള്ള ഇങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. പാർട്ടി നേതൃത്വത്തിലുള്ള ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും നടക്കുന്നില്ല. ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? മുഹമ്മദ് ഷിയാസിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. എറണാകുളം ജില്ലയിൽ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. 10 വർഷക്കാലമായി കണ്ണൂരിൽ നിന്നാണ് മുഖ്യമന്ത്രി ഉള്ളത്, മലബാർ മേഖലയിൽ നിന്നാണ്. അതിനു മുമ്പുള്ള മുഖ്യമന്ത്രി ഒന്ന് പുതുപ്പള്ളിയിൽ നിന്നായിരുന്നു, മറ്റൊന്ന് ചേർത്തലയിൽ ആലപ്പുഴയിൽ നിന്നായിരുന്നു. ആലപ്പുഴയാണെങ്കിലും അദ്ദേഹം പാലക്കാട് നിന്നാണ് MLA ആയി വന്നത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൻ്റെ ഏറ്റവും വളർന്നു വരുന്ന ജില്ലയായ എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകണമെന്ന് എറണാകുളം DCC അധ്യക്ഷൻ ഒരു ആഗ്രഹം പറയുന്നു. അതിന് ചൂട് പിടിച്ചുകൊണ്ട് സോഷ്യൽ സൈബർ ഇടങ്ങൾ മുഴുവൻ ഇളകി പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വാദമുഖങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ കാര്യപ്രാപ്തമായ പ്രസക്തി? ഇനി പാർട്ടി കോൺഗ്രസ്സാണ്. കോൺഗ്രസിനുള്ളിൽ ജനാധിപത്യം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസിനുള്ളുണ്ട്. അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. അല്ലാതെ ഇടതുപക്ഷത്തെ പോലെയോ BJP പോലെയോ നേരത്തെ മുൻകൂട്ടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രചരണ പരിപാടികളല്ല UDF നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ LDF പറയുന്ന വിമർശനം ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആദ്യം അധികാരം കിട്ടട്ടെ, എന്നിട്ടല്ലേ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത്. അല്ല, കോൺഗ്രസിന്റെ ചർച്ച ഇന്നലെ തുടങ്ങിയതല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. അതായത് കഴിഞ്ഞ കോൺഗ്രസിനുള്ളിൽ ഔദ്യോഗിക ചർച്ച അല്ലല്ലോ ഇത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് പേർ അകത്തും പുറത്തും നിൽക്കുന്നുണ്ട്. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ളിൽ നിന്ന് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. അതാണ് ഞാൻ അകത്ത് നിന്ന് പറഞ്ഞത്. അതല്ല, അവിടെ തർക്കങ്ങളുണ്ട്. അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നിന്ന് നേതൃത്വത്തിലേക്ക് നയിക്കാൻ പുറത്തു നിന്നൊരു മുഖ്യമന്ത്രി വേണമെങ്കിൽ അതിനുള്ള സാധ്യതയും കേരളത്തിനുള്ളിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പുറത്തു നിന്നൊരു മുഖ്യമന്ത്രി ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ, KC വേണുഗോപാൽ അടക്കമുള്ള K സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ MP സ്ഥാനത്ത് നിന്ന് മാറി നിയമസഭയിൽ മത്സരിച്ചാൽ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ക്ലെയിമുമായി വരും എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഇവിടെ ഈ പറയപ്പെടുന്ന നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ എല്ലാം നല്ല ഫിഗറാണ് MP മത്സരിക്കേണ്ട എന്ന് പറഞ്ഞു വന്നു. ഞാൻ പറയട്ടെ, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ മുഖമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള 5ലധികം നേതാക്കന്മാരുണ്ട് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ സൗന്ദര്യമല്ലേ? ആ പാർട്ടിയുടെ ഏറ്റവും മഹത്തരമായ കാര്യമല്ലേ? ഇനി നിങ്ങൾ ഈ പറയുന്ന ക്ലെയിം, എന്ത് ക്ലെയിമിലാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നത്, VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകരുത് എന്ന് പറയുന്നതും ഒക്കെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ രണ്ടുപേരും പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നു കേരളത്തിൽ. അതുകൊണ്ട് എന്താ പ്രതിപക്ഷ നേതാക്കന്മാർ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുണ്ടോ? ഇനി ഞാൻ പറയാം, രമേശ് ചെന്നിത്തല 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയുടെ അവസാനമാണ് സർക്കാർ താഴെ പോകുന്നത്. അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ വരുന്നു. പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചു? അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രചരണം നയിച്ചതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒട്ടനവധി പത്രസമ്മേളനങ്ങളും ഒരുപാട് അഴിമതി ആരോപണങ്ങളുമായി അദ്ദേഹം കളം നിറഞ്ഞാടി. പക്ഷേ അദ്ദേഹത്തിന്റെ കളം നിറഞ്ഞ ആട്ടത്തിനൊപ്പം പാർട്ടി ഒപ്പം നിന്നോ? പാർട്ടി ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചോ? ഇല്ല. 5 വർഷങ്ങൾക്കപ്പുറം ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് എന്താകാൻ കഴിഞ്ഞില്ല, ഭരണം പിടിക്കാൻ സാധിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും പരാജയപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് പടിയിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതെ, പിന്നീട് അതിൻ്റെ 2ാം നിരയിൽ നിന്ന് VD സതീശനെ പോലെ ഒരു നേതാവിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. VD സതീശന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, ആ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ VD സതീശൻ ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ VD സതീശനൊപ്പം പാർട്ടി നിന്നേ, അതെന്താ മനസ്സിലാക്കാത്തത്? രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാതിരുന്ന പാർട്ടി VD സതീശനൊപ്പം നിന്നു. അതിന് മറ്റൊരു കാരണം കൂടിയില്ലേ? അന്നത്തെ KPCC അധ്യക്ഷനും കൂടി അതിൽ ക്ലെയിമില്ലേ? അന്നത്തെ KPCC അധ്യക്ഷൻ ആരായിരുന്നു? K സുധാകരനായിരുന്നു. നോക്കൂ, കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശയും ആവേശവും നൽകാൻ K സുധാകരൻ സാധിച്ചു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അന്ന് വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, K സുധാകരനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതായത് തുടർഭരണം നൽകിയ അഹന്തയിൽ ഇവിടുത്തെ സഖാക്കന്മാർ അഴിഞ്ഞാടിയ ഒരു കാലത്ത്, കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാതിരിക്കുന്ന സമയത്ത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ, ഇവർക്കൊക്കെ ഞങ്ങളൊന്നുമല്ലാതായി പോയി, ഞങ്ങൾക്ക് അടിച്ചമർത്തലുകൾ ഏൽക്കേണ്ടി വരും എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് K സുധാകരൻ KPCC അധ്യക്ഷനായി വരുന്നത്.
വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നു. സഭയ്ക്കുള്ളിൽ വി.ഡി. സതീശനും പുറത്ത് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി സംവിധാനത്തിനും സുരക്ഷ ഒരുക്കിക്കൊണ്ട് കെ സുധാകരനും കൂടി നിറഞ്ഞു നിന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വലിയൊരു ആവേശമുണ്ടായി. ആ കെ സുധാകരനെ ഒരു നിർണായക ഘട്ടത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അന്ന് കെ സുധാകരനോട് നീതികേടല്ലേ കാണിച്ചത്? അതെ അല്ലേ, നീതികേടല്ലേ കാണിച്ചത്? അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്ന ക്ലെയിമിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ വി.ഡി. സതീശൻ യോഗ്യനല്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് താനും. എന്നാൽ രമേശ് ചെന്നിത്തല യോഗ്യനല്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണ യോഗ്യനാണ് താനും. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. പാർട്ടിക്ക് വലിയ രീതിയിൽ നേതൃത്വം കൊടുത്ത കെ സുധാകരൻ, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് നിയമസഭയിലേക്കൊന്ന് മത്സരിക്കണമെന്നൊരു ആഗ്രഹം വലിയ രീതിയിൽ പറഞ്ഞിട്ട് അതിന് പോലും സാധിച്ചു കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചില്ലല്ലോ. സാധിച്ചില്ല. അപ്പോൾ അത്രയും വലിയ നീതികേടൊന്നും ആയിരിക്കില്ല ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ വി.ഡി. സതീശനോ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. വി.ഡി. സതീശൻ ഇതിനു മുമ്പ് മന്ത്രി പോലും ആകാത്ത ഒരാളാണ്. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടി. അത് അദ്ദേഹം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ കർണാടക തിരഞ്ഞെടുപ്പ് എടുക്കുക. കർണാടകയിൽ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായി മാറിയത് DK ശിവകുമാറായിരുന്നു. നമ്മളടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ വാഴ്ത്തിപ്പാടിയതാണ് കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നാണ്. കർണാടകയിൽ ഇപ്പോഴും 2.5 വർഷത്തിന് ഇപ്പുറവും DK ശിവകുമാർ മുഖ്യമന്ത്രി ആയിട്ടില്ലെന്നേ. അവിടെ സീനിയർ നേതാവ് സിദ്ധരാമയ്യയാണ് ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിയായി വന്നത്. അപ്പോൾ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്ന അർത്ഥത്തിലൊന്നും കാര്യമൊന്നുമില്ല. എല്ലാ ആളുകളെയും ഒരുമിച്ച് ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു നേതാവ് മുഖ്യമന്ത്രിയായി വരണം. അവർക്കൊപ്പം മറ്റുള്ളവർ നിൽക്കണം എന്നുള്ളതാണ്. UDF അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ ഉത്തരവാദിത്വം. ഇപ്പോൾ വി.ഡി. സതീശൻ 5 വർഷക്കാലങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ്. വെറുതെ ഒന്നുമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുത്തിട്ടാണ്. അല്ല, അവിടേക്ക് വരുന്ന KC വേണുഗോപാലിന്റെ ക്ലെയിമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലിന് എന്താണ് യോഗ്യത എന്നാണ് ഇവിടുത്തെ ചില മാധ്യമ KC വേണുഗോപാലിന്റെ യോഗ്യത അളക്കാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് യോഗ്യതയുള്ളത് എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുക. 50 വർഷക്കാലം സജീവ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നൊരു മനുഷ്യൻ അല്ലേ. MP ആയും MLA ആയും കേരള നിയമസഭയിൽ മന്ത്രിയായും കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ലെന്നേ. അദ്ദേഹം സെൻട്രലിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ പ്രതാപകാലത്തല്ല. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിലൊക്കെ ഹൈക്കമാൻഡിനൊപ്പം നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുകയും കാര്യങ്ങൾ ക്രോഡീകരിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്ത മനുഷ്യനല്ലേ KC വേണുഗോപാൽ. നേതാവല്ലേ KC വേണുഗോപാൽ. ആ KC വേണുഗോപാലിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്കാം യോഗ്യതക്കുറവ് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം മലയാളിയല്ലേ? അല്ലേ? കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി അല്ലേ? ആണോ അല്ലയോ? അതെ, സ്വാഭാവികമായിട്ടും. ഇന്ന് കേരളത്തിൽ പാർട്ടി ആരുടെ കയ്യില്ല? പക്ഷെ അദ്ദേഹം മത്സരിക്കുന്നില്ലല്ലോ. അവിടെയാണ് മറ്റൊരു ഇതിനു മുമ്പ് മത്സരിക്കാത്തവരാരുടെ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? AK ആന്റണി മുഖ്യമന്ത്രി ആയിട്ടില്ലേ? അതെ, AK ആന്റണിയെ കൊണ്ടുവന്ന സാഹചര്യമല്ലല്ലോ ഇന്ന് കേരളത്തിലുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയാകുന്നതിനേക്കാളും ഈ പറയപ്പെടുന്ന വി.ഡി. സതീശനാകുന്നതിനേക്കാളും അതിനേക്കാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രോഡീകരിക്കാൻ കഴിയുന്ന നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഹൈക്കമാൻഡിൻ്റെ ഉത്തമ ബോധ്യമുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്നാൽ എന്തേ മോശം? നിങ്ങൾ ഒക്കെ പറയുന്നത് എന്താ? മാധ്യമങ്ങളെല്ലാം പറയുന്നത് വോട്ട് ചെയ്ത ആളുകളോടുള്ള ചതിയാണ്. എങ്ങനെയാണ്? ആദ്യമൊക്കെ ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ടാവും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണം നല്ലതാണെങ്കിൽ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അടുത്ത 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇവിടെ ഭരണം കൈയാളാൻ സാധിച്ചു. ആ കാര്യത്തിൽ രാഹുലിന് സംശയമുണ്ടോ? ഇല്ല. KC വേണുഗോപാലിനെ പോലൊരു രാഷ്ട്രീയ നയതന്ത്രജ്ഞന്, KC വേണുഗോപാലിനെ പോലൊരു ഒരു ഒരു നല്ല കോർഡിനേറ്റർക്ക്, KC വേണുഗോപാലിനെ പോലൊരു നല്ല നേതാവിന് നല്ല രീതിയിൽ ഭരണം കൈയാളാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യത്തെ 1 വർഷക്കാലം മോശമാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്. ഒരാൾക്കൊരു അവസരം കിട്ടിയാൽ മാത്രമേ അയാളുടെ കഴിവിനെ പുറത്തെടുക്കാൻ പറ്റൂ. ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തല KC വേണുഗോപാലിന്റെ സീനിയർ നേതാവല്ലേ? അല്ലേ? ഗുരുതുല്യനല്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് എത്തിപ്പെടാൻ പറ്റാത്ത പോസ്റ്റുകളിലേക്ക് KC വേണുഗോപാലിന് ഇന്നിൻ്റെ കാലത്ത് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവല്ലേ? അപ്പോൾ സീനിയോറിറ്റിയോ പ്രായത്തെയോ ആണോ നമ്മൾ മതിക്കേണ്ടത്? അല്ല, ഒരാളുടെ കഴിവിനെയാണ്, ചാലിനെയാണ് നമ്മൾ മതിക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ക്ലെയിം ഇല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചകളെല്ലാം തുറന്നു വിടുന്ന ഇടതുപക്ഷം സൈബറിടങ്ങളിൽ നിന്നാണ്. അതിൽ ഇവിടുത്തെ പാവപ്പെട്ട കോൺഗ്രസ് നേതൃത്വം പോയിട്ട് തലവെച്ച് കൊടുക്കുകയാണ്. ഇനി നാളെ ഒരു കാലത്ത് 98 MLA-മാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ, അല്ല ഇപ്പോൾ നിലവിലത്തെ മന്ത്രിസഭയിലുണ്ട്. അതിൽ ഏകദേശം 95ഓളം പേര് മത്സരിക്കുന്നുണ്ട്. ഒരു 20 MLA-മാർ തോറ്റാലും 75 സീറ്റ് അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. അത് ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളും ഈ ചർച്ചകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നത്. അധികാരം കിട്ടട്ടെ. ഇനി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈയാണെന്നും അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ പേര് ഹൈക്കമാൻഡ് പറയുമെന്നും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി.
അങ്ങനെ ഒന്നും രാഹുൽ ഗാന്ധിയെ കൺവിൻസ് ചെയ്ത് ഒരു പോസ്റ്റ് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരാളും ഇന്ത്യയിലില്ല. മല്ലികാർജ്ജുന ഖാർഗെ പോലും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. രാഹുൽ ഗാന്ധിയുടേതായ സംവിധാനങ്ങളുണ്ട്. അവരുടെ അന്വേഷണങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ പൾസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിലൊരു തീരുമാനം പറയുകയുള്ളൂ. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആൾ തന്നെയാണ് കെ സി വേണുഗോപാൽ എന്ന് കരുതിക്കൊണ്ട് കെ സി വേണുഗോപാലിനെ പിടിച്ച് മുഖ്യമന്ത്രിയെ ഒന്നും വെറുതെ ഒന്നും രാഹുൽ ഗാന്ധി ആക്കില്ല. ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നാടിന് വേണ്ടി അതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവരോധനം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. എനിക്കൊന്ന് യു ഡി എഫിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യു ഡി എഫിൽ എത്ര പേർ, ഇപ്പോൾ ഗ്രൂപ്പ് സംവിധാനം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ശക്തമായിട്ട് എന്നുള്ള സംവിധാനമാണ്. ഇന്ന് ആണോ ഏറ്റവും കൂടുതലും ഇപ്പോൾ 140 മണ്ഡലങ്ങളുണ്ട്, അതിൽ 70 കോൺഗ്രസ് പറയുന്ന 85 സീറ്റാണ്. 85 സീറ്റിൽ പിടിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആരുടെ പേരാണ് പറയുന്നത്, അവരാണ് മുഖ്യമന്ത്രി. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പേര് പറയാൻ പോകുന്നത് കെ സി വേണുഗോപാലിന്റെ ആണ്. എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പാർട്ടി നിശ്ചയിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളെ കൂട്ടാൻ കെ സി വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ടെന്നേ. അങ്ങനെ വരികയാണെങ്കിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ 3 പേരുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 3 പേരുകാർ, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, ഈ പറയുന്നത് രമേശ് ചെന്നിത്തല, ഈ 3 പേരും വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആരെയും തള്ളിക്കളയേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കെ സി വേണുഗോപാലിനെ അങ്ങനെ അങ്ങും നിങ്ങൾ ഈ പറയുന്ന ആളുകൾ മോശക്കാരനാക്കി മാറ്റി നിർത്തേണ്ട സാഹചര്യമൊന്നുമില്ല. ഈ 3 പേരിൽ ഏറ്റവും മികച്ചത് എന്ന് ഹൈക്കമാൻഡിന് തോന്നുന്ന, ജനങ്ങൾക്ക് തോന്നുന്ന, തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് തോന്നുന്ന ആൾ മുഖ്യമന്ത്രിയായി വരും. ആ കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട.